ഇറാനെ ആക്രമിച്ച് ഇസ്രായേൽ. ഇറാന്റെ തിരിച്ചടി മുന്നിൽ കണ്ട് ഇസ്രായേലിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മെറിൻ മേരി ചാക്കോ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. മെറിൻ, ഈ സമാധാന ചർച്ചകൾ, അനുരഞ്ജന ചർച്ചകൾ, അനുനയ നീക്കങ്ങളൊക്കെ തന്നെ വിഫലമാവുകയാണോ? ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചെന്ന് വിവരങ്ങൾ വരുന്നു. എപ്പോഴായിരുന്നു ആക്രമണം? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പശ്ചിമേഷ്യയെ വീണ്ടും ആശങ്കയിലാക്കി തന്നെയാണ് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇറാന്റെ തിരിച്ചടി മറികടക്കുന്നതിനാണ്, അല്ലെങ്കിൽ ഒരു മുൻകൂർ ആക്രമണം എന്ന് തന്നെയാണ്, ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കുന്നതിനുള്ള ഒരു ആക്രമണം എന്ന് തന്നെയാണ് ഇസ്രായേൽ കട്സ് ഇപ്പോൾ വിശദമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ടെഹ്റാന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടെന്നുള്ള വിവരവും വരുന്നുണ്ട്. ജനങ്ങളോട് അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും ഉള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. സ്കൂളുകളും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളും, അത്യാവശ്യമല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കണം അല്ലെങ്കിൽ നിർത്തിവെക്കണമെന്നുള്ള നിർദ്ദേശം ഇസ്രായേലുടനീളം ജാഗ്രതാ നിർദ്ദേശവും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇറാനും അതേപോലെ തന്നെ അമേരിക്ക ഇറാൻ ചർച്ചകൾ, ആണവ കരാറിൽ ഒപ്പിടുന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. നേരത്തെ ജനീവയിലടക്കം ചർച്ചകൾ വ്യാഴാഴ്ചയാണ് ചർച്ചകൾ നടന്നത്. ആ ചർച്ചകളിൽ പുരോഗതിയൊന്നും, എന്നാൽ ആണവ കരാറിൽ എത്താനായിട്ടില്ല എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു. എന്നാൽ ഇത് അധികം നീട്ടിക്കൊണ്ടു പോകാനാകില്ല, എത്രയും വേഗം കരാറിൽ എത്തണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു. തൊട്ടു പിന്നാലെ അടുത്ത ആഴ്ച വിയന്നയിലാണ് ഈ ഒരു കരാറിൽ ഒപ്പിടുന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കാനിരിക്കുന്നത്. ഇന്നലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, അല്ലെങ്കിൽ അമേരിക്ക അതേപോലെ തന്നെ യുകെയും പൗരന്മാരെ ഇസ്രായേലിൽ നിന്നൊക്കെ ഒഴിപ്പിച്ചിരുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇസ്രായേലിൽ നിന്ന് പൗരന്മാർ ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. മാത്രവുമല്ല, സർക്കാർ ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബമടക്കം ഇന്ന് തന്നെ രാജ്യം വിടണമെന്നുള്ള നിർദ്ദേശമാണ് യുഎസ് അംബാസഡർ നൽകിയത്. മാത്രമല്ല, വിമാന നിരക്കുകൾ ഉയർന്നേക്കാം, അതുകൊണ്ട് അതെല്ലാം കണക്കിലെടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് രാജ്യം വിടണം, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് പുറത്തു കടക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പശ്ചിമേഷ്യ വീണ്ടും ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് പോകുന്നത്. മാത്രമല്ല, ബ്രിട്ടനും ഇതനുസരിച്ച് യുകെയും ഇറാനിൽ ടെഹ്റാൻ എംബസി ഒഴിപ്പിച്ചിരുന്നു. ഓൺലൈനിലൂടെയാണ് ടെഹ്റാൻ എംബസി പ്രവർത്തിക്കുന്നതെന്നും ഇന്നലെ വാർത്തകളിൽ വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാന്റെ ടെഹ്റാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ സ്ഫോടന ശബ്ദം കേട്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ആക്രമണ വിവരം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഒരു പ്രത്യാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയാൻ വേണ്ടിയുള്ള പൂർണ്ണമായ അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. അമേരിക്ക യുദ്ധസജ്ജമായി തന്നെ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ സേനാ വിന്യാസം പൂർത്തിയായിരുന്നു. മാത്രമല്ല, ഇറാന് നൽകിയിരുന്ന സമയപരിധി കടന്നുപോകുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ ആണവ വിഷയത്തിലെ ഉപരോധങ്ങൾ നീക്കുക, അതിന് സാങ്കേതികമായ ചില കാര്യങ്ങൾ പൂർത്തിയാക്കുക മാത്രമാണുള്ളത്. അധികം വൈകാതെ തന്നെ ഒരു അന്തിമ ധാരണ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. ഇന്നലെ നടന്നിരുന്ന ഏതാണ്ട് 6-7 മണിക്കൂർ നീണ്ടുവന്ന ചർച്ചയെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇറാൻ കണ്ടത്. ഇങ്ങനെ സാധ്യതകൾ, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതകൾ ചർച്ചകളിലൂടെ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലാണല്ലോ ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്, അല്ലേ മെറിൻ? തീർച്ചയായും അതായത് ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്രായേലിനെ എപ്പോഴും പിന്തുണയ്ക്കുന്ന രാജ്യം തന്നെയാണ് അമേരിക്ക. അമേരിക്കയിൽ നിന്നുള്ള എയർക്രാഫ്റ്റ് കാരിയറുകൾ, അതായത് ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള, ഏത് സമയവും ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചുള്ള എയർക്രാഫ്റ്റ് കാരിയറുകളാണ് ഇസ്രായേലിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇറാനെ വളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിസൈൽ വേദ കപ്പലായിട്ടുള്ള USS ജെറാൾഡ് തന്നെ ഇറാൻ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നേരത്തെ തന്നെ USS എബ്രഹാം ലിങ്കൺ ഇറാനെ വളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതേപോലെ തന്നെ ഇറാന് ചുറ്റും അമേരിക്കയുടെ സൈനിക വിന്യാസം തുടരുന്നു. മാത്രമല്ല, ഇസ്രായേലിൽ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറുകൾ വരുന്നു. ഇത്തരത്തിൽ ഒരു ആക്രമണ സജ്ജമായ ഒരു സാഹചര്യത്തോടു കൂടെ തന്നെയാണ് ചർച്ചകളും പുരോഗമിക്കുന്നത്. ഈ ഒരു ചർച്ചയോടൊപ്പം തന്നെ ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്ന എന്തായാലും പ്രകോപനപരമായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെ കൂടുതൽ സംഘർഷഭരിതമാക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഒരു നീക്കത്തിലൂടെ നീങ്ങിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ എങ്ങനെയായിരിക്കും ഈ ഒരു ഇസ്രായേൽ ആക്രമണത്തോട് പ്രതികരിക്കുക, അതിൽ അമേരിക്കയുടെ നിലപാട് എന്താകും എന്നത് തന്നെയായിരിക്കും പശ്ചിമേഷ്യയിലെ വരും ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ നിശ്ചയിക്കുക. ഏതായാലും ഇറാൻ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു യുദ്ധം പൂർണ്ണാർത്ഥത്തിൽ തന്നെ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ടോ മെറിൻ? കാരണം ഇസ്രായേൽ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും യുകെയും ഒക്കെ
കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അവിടെയുള്ള മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അതിനുള്ള മുന്നറിയിപ്പ് സന്ദേശങ്ങളുമൊക്കെ അമേരിക്കയും UK നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എംബസി ഉദ്യോഗസ്ഥരുടെയൊക്കെ വിട്ടുപോവുകയാണെങ്കിൽ ഇന്ന് തന്നെ വിട്ടുപോകണം. അതായത് ഒരു ആസന്നമായ യുദ്ധത്തിന്റെ സൂചനകൾ നൽകുന്നതല്ല ഈ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ. അത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അനുനയ ചർച്ചകൾ, സമാധാന നീക്കങ്ങളൊക്കെ ഒരു അസ്ഥാനത്താകില്ലേ? അതൊക്കെ വിഫലമാകില്ലേ? GK, ട്രംപിന്റെ പ്രതികരണത്തിൽ നിന്നും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് എത്രയും വേഗം കരാറിൽ ഇറാൻ ഒപ്പുവെക്കണം, ആണവ കരാറിൽ അതിൽ ഒരു താമസം പാടില്ല എന്ന് തന്നെയായിരുന്നു ട്രംപിന്റെ നിലപാട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഒരു യുദ്ധസമാന അല്ലെങ്കിൽ സംഘർഷഭരിതമായ സാഹചര്യവും ഉണ്ടാകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇസ്രായേൽ പ്രകോപനപരമായ ഒരു നീക്കവും നടത്തിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.